ഈ വിദ്യാർത്ഥി സമരങ്ങളുമായിട്ടും അതേപോലെ യുവജന സമരങ്ങളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് സ്ഥിരം കേൾക്കുന്ന മുദ്രാവാക്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കാക്കിക്കുള്ളിൽ പോലീസെങ്കിൽ നിയമം ഞങ്ങൾ പാലിക്കും, അതല്ല എങ്കിൽ കൈകാര്യം ചെയ്യും എന്ന മട്ടിലൊക്കെയാണ് മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കാറ് ഈ വിദ്യാർത്ഥി യുവജന സംഘടനകളൊക്കെ എല്ലാവരും. പക്ഷേ അങ്ങനെ പോലീസിനെ നേരിട്ട് കയറി കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയൊന്നും കേരളത്തിൽ പതിവില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു മാളിൽ അത് സംഭവിച്ചു. ഒരു പോലീസുകാരനെ ഡ്യൂട്ടിക്കല്ല, അയാളുടെ ഒരു ലെഷർ ടൈമിൽ SFIയുടെ പ്രവർത്തകർ കൈകാര്യം ചെയ്യുകയാണ്. അതിനും 2 മാസം പിന്നിലേക്ക് പോകണം. കഴിഞ്ഞ പുതുവത്സര ദിനത്തിൽ ശംഖുമുഖത്ത് നടന്ന പുതുവത്സര ആഘോഷത്തിനിടെ ഈ പോലീസുകാരൻ പ്രകോപനമേതുമില്ലാതെ ലാത്തി ഉപയോഗിച്ച് ഒരു ചെറുപ്പക്കാരനെ അടിച്ചു താഴെയിടുന്ന ഒരു വീഡിയോയും നമ്മൾ കണ്ടതാണ്. അതൊന്ന് ചർച്ച ചെയ്തതാണ്. 2 കാര്യങ്ങളാണ്. ഒരു സിവിൽ സൊസൈറ്റിയിൽ പോലീസുകാർ ഇത്തരത്തിലാണോ ഇടപെടേണ്ടത്? അല്ല, പോലീസുകാരുടെ പെരുമാറ്റം മോശമാണെങ്കിൽ അവരെ കായികമായി കൈകാര്യം ചെയ്യാൻ പൗരന്മാർ തയ്യാറാകുന്നത് ശരിയായ പ്രവണതയാണോ എന്ന ചോദ്യമാണ്. സാമൂഹിക മാധ്യമങ്ങളിലും പുറത്തുമൊക്കെ വലിയ ചർച്ചയാണ് ഈ വിഷയം. രാഷ്ട്രീയ വിഷയമായി മാറുന്നുണ്ട്. പക്ഷേ പതിവിന് വിപരീതമായി ഈ SFI പ്രവർത്തകരെ KSU പ്രവർത്തകരടക്കം നേതൃത്വമടക്കം ഈ കൈകാര്യം ചെയ്തതിന് പിന്തുണച്ച കൗതുക കാഴ്ചയും നമ്മൾ കണ്ടു. ആദ്യം ആസിഫിലേക്കാണ് പോകുന്നത്. ആസിഫെ, കൗതുകരമാണ് ഈ അവസാനം പറഞ്ഞ സാഹചര്യം അല്ലേ? ഇതെങ്ങനെയാണ് ആസിഫിന് തോന്നുന്നത്? അതിനകത്ത് സുചിത്രം പറഞ്ഞു തുടങ്ങിയത് കാക്കിക്കുള്ളിൽ പോലീസാണെങ്കിൽ നിയമം ഞങ്ങൾ പാലിക്കും, കാക്കിക്കുള്ളിൽ ഗുണ്ടകളെങ്കിൽ പോടാ പുല്ലേ പോലീസേ എന്നാണ് ആ മുദ്രാവാക്യം. ഞാൻ പറയേണ്ടത് അതെ. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് പോലീസും SFIയും തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ട് ഞാനതിനെ കരുതുന്നില്ല. കാരണം ആ ചെറുപ്പക്കാരൻ അവിടെ പോയത് SFI പ്രവർത്തകനായിട്ടല്ല. ആ ചെറുപ്പക്കാരൻ അവിടെ പോയത്, ആ ചെറുപ്പക്കാരൻ പണിയെടുക്കാൻ പോയ ചെറുപ്പക്കാരനാണ്, മൈക്ക് ഓപ്പറേറ്ററായിട്ട് പണിയെടുക്കാൻ പോയ ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനെ മർദ്ദിക്കുന്നത് അമ്മയുടെ മുമ്പിൽ വെച്ചാണ്. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ വിളിച്ചു പറയുന്നുണ്ട്, ഞാനിവിടെ പണിയെടുക്കാൻ വന്നയാളാണ്, ഞാൻ അതിൻ്റെ മൈക്രോ ഓപ്പറേറ്ററാണ് എന്ന് വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ മുന്നിൽ വെച്ചാണ് ക്രൂരമായി ലാത്തി കൊണ്ട് മർദ്ദിച്ച് ആ ചെറുപ്പക്കാരനെ താഴെയിടുന്നത്, ചികിത്സ ചെയ്യേണ്ട ആവശ്യം വന്നത്. അപ്പോൾ ഇത് അവിടെ ഇല്ല, അവിടെ ഉള്ളായിരുന്ന പോലീസുകാർ മുഴുവൻ പ്രശ്നമാണോ? അങ്ങനെയുമല്ല. അത് അങ്ങനെ പോലീസിനെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കാനുള്ളൊരു വിഷയമായിട്ട് ഇതിനെ കരുതാനോ അതോടൊപ്പം തന്നെ SFIനെ ആക്രമിക്കാനുള്ള വിഷയമായിട്ടോ ഇതിനെ കാണേണ്ടതില്ല എന്നാണ് ഞാൻ വരുന്നത്. ആ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് മിഥുൻ എന്ന് പറയുന്ന ആ പോലീസുകാരൻ അദ്ദേഹത്തിൻ്റെ സ്വഭാവദൂഷ്യവുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. സ്വന്തം നാട്ടിൽ ഇത്രയധികം എതിർപ്പുണ്ടാക്കാൻ ഒരു പോലീസുകാരന് കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന്. കാരണം ഒരു നാട്ടിൽ ഒരാളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാകുമ്പോഴോ മറ്റോ സാധാരണ ഫ്ലെക്സ് വെക്കുന്നതിനാ അഭിനന്ദനം അറിയിച്ചുകൊണ്ടാണ്. അവൻ്റെ സ്വന്തം നാട്ടിൽ ഫ്ലെക്സ് വെച്ചേക്കുന്നത് എന്താ? മനുഷ്യ മൃഗമാണ്, ഈ നാട്ടുകാർക്ക് ഇതിനെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല. ആ രീതിയിൽ ആ നാട്ടുകാർക്ക് ഫ്ലെക്സ് വെച്ച് അവനെ നിയമപരമായി നേരിടണമെന്ന് പറയുന്ന അത്ര നാട്ടിൽ കുഴപ്പമുണ്ടായിക്കൊണ്ടിരുന്ന ഒരാളാണ് ഈ പോലീസുകാരെന്ന് പറയുന്നത്. അപ്പോൾ ഈ പോലീസ് സേനയുടെ ആത്മാഭിമാനത്തെ ബാധിക്കുമെന്ന് പറയുമ്പോൾ ആ ചെറുപ്പക്കാരന് ആത്മാഭിമാനം ഉണ്ടല്ലോ. അവൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് അവനെ അടിച്ചു വീഴ്ത്തുകയും ചികിത്സ നേടുകയും ചെയ്യുന്ന ഒരു വലിയ വിഷയമുണ്ട്. അതിനുശേഷമേ എൻ്റെ അഭിപ്രായത്തിൽ മറ്റ് എല്ലാ കാര്യങ്ങളും വരികയുള്ളൂ. മാളിൽ വെച്ച് നടന്നത് എന്ന് പറയുന്ന ആ പ്രശ്നം പോലും അതിനുശേഷം മാത്രമേ വരുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോട്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആക്രമിക്കേണ്ടത് പ്രശ്നമാണ്. അതെ, അത് മാത്രമല്ല, അങ്ങനെ ആക്രമിക്കേണ്ടതാണോ, അവനെ പിന്തുടർന്ന് പോയി ചോദ്യം ചെയ്യേണ്ടതാണോ, കൈകാര്യം ചെയ്യേണ്ടതാണോ എന്നുള്ളത് ചോദിച്ചാൽ അങ്ങനെ ചെയ്യേണ്ടതല്ല. അതിന് നമുക്ക് എതിരഭിപ്രായമുണ്ട്. അങ്ങനെ കാര്യം ചെയ്യേണ്ടതല്ല. പക്ഷേ ഈ മിഥുൻ എന്ന് പറയുന്ന പോലീസുകാരൻ അടിമുടി ഒരു ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരനാണ്. SFIക്കാർ മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ കാക്കിക്കുള്ളിൽ ഗുണ്ട എന്ന് പറയുന്ന തരത്തിൽപ്പെടുത്താൻ കഴിയുന്ന ഒരാളാണ് ഈ മിഥുൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ മുദ്രാവാക്യം വിളിച്ച് ശീലിച്ച ചെറുപ്പക്കാർ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും. അതിനെ ന്യായീകരണം അതിനിടയിൽ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇതിപ്പോൾ നമ്മൾ മിഥുൻ റോയ് ഒരു ഗുണ്ട അല്ലെങ്കിൽ അയാളുടെ പ്രവർത്തനം അയാൾക്കെതിരെ നാട്ടിൽ ഫ്ലെക്സ് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനു മുൻപ് മിഥുൻ റോയേക്കാൾ കുഴപ്പക്കാരായിട്ടുള്ള പോക്സോ കേസിനെ വരെ അട്ടിമറിച്ചിട്ടുള്ള, അതിലുള്ള ആളുകളെ പ്രതിയാക്കാൻ ശ്രമിച്ചിട്ടുള്ള നിരവധി കേസുകൾ നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ കുന്നംകുളം കേസ് ഒരു ഉദാഹരണം, ഏറ്റവും അവസാനം വന്ന കേസാണ്. കുന്നംകുളത്ത് ഈ അറസ്റ്റ് ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കുഴപ്പക്കാരനാണ് എന്നുള്ള രീതിയിൽ പിന്നീട് പ്രചരണങ്ങളൊക്കെ വന്നു. അയാളുടെ ഭാഗമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അയാളെ സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തത്. ഈ ആളുകളെ അന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോ അല്ലെങ്കിൽ KSUവിൻ്റെ പ്രവർത്തകരോ ഇതിൽ ആരെങ്കിലും ഒരു പോലീസുകാരനെ പുറത്തിട്ട് ഇതേപോലെ രീതിയിൽ, അല്ലെങ്കിൽ അന്ന് അടികൊണ്ട ആ ചെറുപ്പക്കാരൻ അവനെ പിടിച്ചുകൊണ്ട് വന്ന ആ സ്ഥലത്തുണ്ടായിരുന്ന കുറച്ച് ആളുകളെയും കൂട്ടിയിട്ട് വ്യക്തിപരമായ നിലയിൽ ഇടപെട്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ചർച്ച എന്നുള്ളതൊരു ചോദ്യചിഹ്നമുണ്ട്. കാരണം ഇവിടെ പോലീസിൻ്റെ ഒരാൾ കുഴപ്പക്കാരനാണ്, മിഥുൻ റോയ് കുഴപ്പക്കാരനാണ്. ഓക്കെ, ശരി, മിഥുൻ റോയ്ക്ക് പ്രശ്നമുണ്ട്, അയാൾ ഗുണ്ടയാണ്, അല്ലെങ്കിൽ അയാൾക്ക് അത്തരത്തിലുള്ള സ്വഭാവമുണ്ട്, അയാൾക്കെതിരെ പോസ്റ്ററുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരാളെ നേരത്തെ നിങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്തത്?
എങ്ങനെയാണ് മറ്റ് രാഷ്ട്രീയ സംഘടനകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ടവർ എങ്ങനെയാണ് ഈ വിഷയത്തെ ഡീൽ ചെയ്തിരുന്നത് മുൻപ്? കാരണം ഇത് SFIക്കാർക്ക് മാത്രമല്ലല്ലോ കേരളത്തിൽ ഈ 10 വർഷത്തിനിടയിൽ പോലീസിൻ്റെ അടികൊണ്ടിട്ടുള്ളത്. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ പരിപാടിക്കിടയിൽ പോലും പോലീസുകാർ നോക്കി നിൽക്കെ അടികൊണ്ടിട്ടുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ ഇതിനെ സപ്പോർട്ട് ചെയ്ത് വരണമെങ്കിൽ അവരുടെ ഉള്ളിലും ഇത് അടിക്കണം എന്നുള്ള ഒരാഗ്രഹമുണ്ട്. അവരത് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ടത്. അങ്ങനെ പരിശോധിക്കപ്പെടുമ്പോൾ ഒരാൾക്ക് പ്രശ്നമുണ്ട് എന്നുള്ളത് വ്യക്തിപരമായി ഇപ്പോൾ മിഥുൻ റോയും ആദർശം തമ്മിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ മിഥുൻ റോയും SFI പ്രവർത്തകരും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു. അമ്മയുടെ മുന്നിലിട്ട് എന്നെ അടിച്ചതിന് എനിക്ക് വ്യക്തിപരമായ ഒരു പോലീസുകാരനോട് പ്രശ്നം തോന്നുന്നു. ഞാൻ നാളെ എൻ്റെ കൂടെ ഉള്ള 10 പേരെ വിളിച്ചുകൊണ്ട് പോയി അയാളെ എവിടെയെങ്കിലും മാളിലോ അല്ല. അപ്പം ഞാൻ പറയുന്നത് ഇതിൻ്റെ രീതി ഉണ്ടല്ലോ. പോലീസ് അട്രോസിറ്റി നടന്നാൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ ഇവിടെ ലോ ഉണ്ട്. ആ ലോ കീപ്പ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട സംഘടനയിൽപ്പെട്ട ആളുകളാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ട ആളുകളാണ് ഈ നടപടി ചെയ്യുന്നത്. അടിച്ചതിൽ തിരിച്ചടിക്കാനാണെങ്കിൽ ഇപ്പോൾ നാട്ടിലിറങ്ങി എല്ലാവരും ഇതുപോലെ അടിക്കാൻ തുടങ്ങിയ പോലീസിന് പിന്നെ മറ്റാൾ പറഞ്ഞു ഈ സേനയ്ക്ക് ഒരു വലിയ തലവേദനയായി മാറും, വലിയ കയോസായി മാറും, സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ആസിഫ് പറഞ്ഞ പോലെ ഇപ്പോൾ മഹേഷിൻ്റെ പ്രതികാരം സിനിമയൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. ഇപ്പോൾ ഒരു മനുഷ്യൻ പരമാവധി അപമാനിക്കപ്പെടുകയാണ്, അതും പുതുവർഷത്തിൽ വലിയ സന്തോഷത്തിൽ അതിൻ്റെ എക്സ്റ്റസിൽ നിൽക്കുന്ന ഒരു സമയത്ത് കുടുംബത്തിന് മുമ്പിലിട്ട് വടികൊണ്ട് മുളവടി കൊണ്ട് ലാത്തി കൊണ്ട് അടിച്ച് ഇയാളെ താഴെ ഇടുകയാണ്. അതിന് തിരിച്ചുപോയി പ്രതികാരം ചെയ്യണം എന്നല്ല പറയുന്നത്. പക്ഷേ അവിടെ ഒരു ചെറുപ്പക്കാരുടെ രൂപത്തിൽ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുക, ഇയാളെ ന്യായീകരിക്കല്ല. അതായത് അവസാനമുണ്ടായ ഒരു ആക്രമണം ഒരു വലിയ ഒരു പ്രതിഷേധത്തിലാണെന്ന്, ഒരു അനീതിക്കെതിരായ ആക്രമണമാണ്, അതുകൊണ്ട് പോയി തിരിച്ചു ചെയ്യാന്നുള്ള സിനിമ സ്റ്റൈൽ പ്രതികാരത്തെക്കുറിച്ചേ അല്ല പറയുന്നത്, മറ്റൊരു മഹേഷിൻ്റെ പ്രതികാരത്തെക്കുറിച്ച് അല്ല പറയുന്നത്. പക്ഷേ ഈ അനീതി വലിയൊരു സംഭവമായിട്ട് മാറിക്കഴിയുമ്പോൾ പോലീസിൽ അടിസ്ഥാനപരമായിട്ട് ആസിഫിനോട് എനിക്ക് ചെറിയ വിയോജിപ്പുണ്ട്. കാര്യം ഇത് പൂർണ്ണമായിട്ടും ഒരു വ്യക്തിയുടെ പ്രശ്നം. ഈ യൂണിഫോം ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ എന്തോ ഒരു അധികാരമാണ് വരുന്നത്, മനുഷ്യരെ തല്ലാനുള്ള ലൈസൻസാണ് കിട്ടുന്നതെന്ന് വിശ്വസിക്കുന്ന ന്യൂനപക്ഷമായിട്ടുള്ള ഒരു വിഭാഗം പോലീസുകാരെങ്കിലും ഉണ്ട്. പോലീസാണ് നമ്മൾ ഇത് ഒരു കൊളോണിയൽ മനോഭാവത്തിൽ നിന്ന് തന്നെ വരുന്നതാണല്ലോ. പോലീസ് അന്ന് എന്തിനായിരുന്നു? മനുഷ്യരെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഭരണകൂടത്തിൻ്റെ മർദ്ദക യന്ത്രമായിരുന്നു പോലീസ് സംവിധാനം. അപ്പോൾ ആ ഒരു കൊളോണിയൽ അംശം ഉള്ളിൽ പേറുന്ന, അതൊക്കെ ഒരുപാട് മാറിപ്പോയെങ്കിലും അത് ഉള്ളിൽ പേറുന്ന കുറച്ച് പേരെങ്കിലും മനുഷ്യരെ തല്ലാനുള്ള അവകാശമാണ്. പഴയ ഇടിയൻ നാരായണപിള്ളയുടെ പുതിയ തലമുറയിലെ ആൾക്കാരാണ് ഞങ്ങളെന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. ആ ചെറുപ്പക്കാരൻ്റെ ശരീരഭാഷയിലൊക്കെ പോലും ഒരു ഇതുണ്ട്. ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, നമുക്ക് സമയം കുറവാണ്. അതായത് ഇത് ഈ ഏറ്റവും അവസാനമുണ്ടായ സംഭവത്തെ വെച്ച് നമ്മൾ ഗേജ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത്. പോലീസുകാരനെ മാളിൽ വെച്ചിട്ട് പ്രകോപിപ്പിച്ചു, അവിടെയും കൂടുതൽ പ്രകോപിതനാകുന്നതും തിരിച്ച് ഇടിവളെ ഊരി ഇടിക്കാൻ വരുന്നത് ഈ പോലീസുകാരൻ തന്നെയാണ്, പെരുമാറുന്നത് ഈ പോലീസുകാരൻ തന്നെയാണ്. ഈ സിസ്റ്റത്തിനോ ഈ ട്രെയിനിങ്ങിനോ നമ്മുടെ പുതിയ കാല പോലീസിംഗ് രീതികൾക്കോ അയാളുടെ ക്യാരക്ടറിനെ മാറ്റാൻ പറ്റിയില്ലെങ്കിൽ അടിസ്ഥാനപരമായി സേനയുടെ ഗ്രൂമിങ്ങിൽ പ്രശ്നമുണ്ട്. എൻ്റെ പ്രശ്നം അല്ല, ഞാൻ പറഞ്ഞത് അതുപോലും അവസാനത്തെ സംഭവം പോലും നമുക്ക് ലഭിച്ച 30 സെക്കൻഡ് 40 സെക്കൻഡ് ക്ലിപ്പിൽ നിന്നാണ് വാർത്ത ഉണ്ടായി തുടങ്ങിയത്. അവിടെ തന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അവിടെ SFIക്കാർക്ക് അവരുടെ ന്യായീകരണമുണ്ട്, മിഥുൻ അതിൻ്റെ ന്യായീകരണമുണ്ട്. അവിടെ പോലും ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ദൃശ്യങ്ങൾ എന്താണ്? ഇടിവളയിട്ട് അവരെ ആക്രമിക്കാൻ പോകുന്ന മിഥുനാണ് കാണുന്നത്. ഞാൻ പറയുന്നത് ഈ ഒരു സംഭവത്തെ ഗൗതം പറഞ്ഞ പോയിന്റ് കറക്റ്റ് തന്നെയാണ്. KSUക്കാർ ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ചർച്ചയാകുക എന്നുള്ളതും അതുകൊണ്ട് അത് രാഷ്ട്രീയമായി പഴയമായിട്ട് മാറും. സ്വാഭാവികമായിട്ടും ചില മാധ്യമങ്ങൾ SFI ആകുമ്പോൾ വലിയ രീതിയിൽ ആക്രമിക്കുന്ന ആളുകളും ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ഞാൻ പറയുന്നത് രോഷം ഭയങ്കരമായി പോലും അഭിപ്രായ KSU അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നു. അവർ സ്വാഭാവികമായിട്ട് അവരുടെ ഉള്ളിൽ അവർക്ക് കിട്ടിയ ഇടിയുടെ വേദന ഉണ്ടാവും. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളിൽ എനിക്ക് ഇതിനകത്ത് മറ്റൊരു അല്ലെങ്കിൽ വേറൊരു പെർസ്പെക്റ്റീവിൽ എനിക്കൊരു കാര്യം തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മിഥുൻ റോയി ഇപ്പം ഞാനൊരു മോളിൽ പോകുന്നു, ഇത് വ്യക്തിപരമാണ്. മിഥുൻ റോയും മോളിൽ നടക്കുന്ന അടി സ്വാഭാവികമായിട്ടും വ്യക്തിപരമായ പ്രശ്നമാണ്. അതായത് മിഥുൻ റോയിലുള്ള വൈരാഗ്യം വരുന്നു, അയാളെ പിന്തുടരുന്നു, അയാൾ മോളിലെത്തുമ്പോൾ അയാൾ ആക്രമിക്കാൻ ശ്രമിക്കുന്നു, അയാൾ തിരിച്ചടിക്കുന്നു. അത് സ്വാഭാവികമായി രണ്ടുപേർ തമ്മിൽ അടികൂടിയാൽ അത് യൂണിഫോം ഇടാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഇടാത്ത രണ്ടുപേരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞ മിഥുൻ എന്തിനും തിരിച്ചടിച്ചു, ഇടിവള ഊരി അയാൾ ഇടിക്കാൻ ശ്രമിച്ചത് സ്വാഭാവികമായിട്ട് റിഫ്ലക്സിൽ ഇടിക്കാൻ ശ്രമിക്കുമായിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ ആ പോയിന്റിനകത്ത് ഈ ഗ്രൂമിങ്ങുമായി ബന്ധപ്പെട്ടും പോലീസ് ഗ്രൂമിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങൾ ഇപ്പം നമ്മൾ പല കേസുകൾക്ക് ശേഷവും വലിയ ക്ലാസ്സുകൾ നടക്കുന്നു, മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പുകൾക്ക് കൊടുക്കുന്നു, അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനു മുൻപ് സമാനമായി ആക്ട് ചെയ്ത പോലീസുകാർ ഈ സർക്കാർ എങ്ങനെ നേരിട്ടു?
അതിലൊരു പോയിന്റ് ഉണ്ട്. അതായത് പ്രശ്നക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുള്ള പോലീസുകാരെ മുഴുവൻ സേനയിൽ നിന്നും പിരിച്ചുവിടുകയോ നടപടിയെടുക്കുകയോ ചെയ്തിട്ടുള്ള സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിയമപരമായ നീതി ലഭിക്കാൻ സാധ്യതയുള്ളൊരു സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ആ സർക്കാരിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന അതിൻ്റെ ആശയം പരാതി കൊടുക്കുന്നത് ഒരു കൊല്ലം കഴിഞ്ഞു. അത് പരാതി എടുത്തിട്ട് നടപടി എടുത്തില്ല, അത് ചർച്ചയാവുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് നടപടി എടുത്തില്ല? അത് ചർച്ചയാവുന്നില്ല. അതായത് പോലീസുകാരനെതിരെ പരാതി കൊടുത്തു, പേട്ട സ്റ്റേഷനിൽ പരാതിയുണ്ട്. പേട്ട സ്റ്റേഷനിൽ ഇതിന് മുൻപും ഇയാൾക്കെതിരെ പരാതിയുണ്ട്, മിഥുനെതിരെ ഇതിന് മുൻപും പരാതിയുണ്ട്. പെട്ടെന്ന് ഞാൻ കുറച്ചു കാലം തമിഴ്നാട്ടിൽ ജോലി ചെയ്ത ആളായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങനെ ഓർക്കുന്നത്. അതായത് നമ്മുടെ പോലീസിങ്ങിൻ്റെ ഈ പ്രശ്നമൊക്കെ പറയുമെങ്കിൽ പോലും തമിഴ്നാട്ടിൽ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക വിഭാഗം പോലീസുകാർ തന്നെയുണ്ട്. അതെ. ഇപ്പോൾ എസ് വെള്ളദുരൈ എന്ന് പറയുന്നു, വാൾട്ടർ ദേവ്റാം, ഇവരൊക്കെ നിരവധി മനുഷ്യരെ കൊന്നിട്ടുള്ള പോലീസുകാരാണ്. നമുക്ക് നമ്മളെപ്പോലുള്ള ടെലിവിഷൻ ഇന്റർവ്യൂവിൽ ഇടിയനാരായണ ഉണ്ടായിരുന്നു, അപ്പോൾ ഇല്ല. ഇവരുടെ ഇന്റർവ്യൂ ഒക്കെ വരും. ഞാൻ അവിടെയുള്ള സമയത്ത് കണ്ടിട്ടുണ്ട് ഈ പിന്നെ എസ് വെള്ളദുരൈ ഒരുപാട് പേരെ വർഷം 2 പേരെങ്കിലും ഇദ്ദേഹം കൊല്ലും എന്നാണ്. അതായത് വലിയ പ്രശ്നമാണ്. പക്ഷേ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ രുചീഷിന്റെ സ്പോർട്സിന്റെ സമയത്തിലേക്ക് കിടക്കാനായിട്ടുണ്ട്. ഏതായാലും സമയം ഈ തൽക്കാലം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്, ഈ ഓട്ടും കട്ടനും ഇന്നത്തേത്. അതായത് ഇത്രയേ ഉള്ളൂ കാര്യം. പോലീസുകാരെ ജനത്തിന് കൈകാര്യം ചെയ്യാൻ യാതൊരു അവകാശവുമില്ല. അതേപോലെ തന്നെ ഏറ്റവും സാഹചര്യം ഡിമാൻഡ് ചെയ്യുന്ന സിറ്റുവേഷനുകളിൽ മിതമായ ബലപ്രയോഗം മിതമായ അളവിൽ ഉപയോഗിച്ച് ആ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രം പോലീസിന് മിതമായി അധികാരം ഉപയോഗിക്കാം, അതായത് ബലം ഉപയോഗിക്കാം. അതിലപ്പുറമായിട്ടോ അതിലുപരിയായിട്ടോ ചെയ്യുന്ന ഏതൊരു തരം കടന്നുകയറ്റവും ആധുനിക സമൂഹത്തിന് യോജിച്ചതല്ല. ഒരു പക്ഷേ അങ്ങനെ കടന്നുകയറ്റം ഉണ്ടായാലും തിരിച്ചടിച്ചാൽ സമൂഹത്തിൽ ഉണ്ടാകുന്നത് അരാജകത്വം തന്നെയാകും എന്നാണ് പൊതുവെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള. തീർച്ചയായിട്ടും.